ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 50 ഇയേഴ്സ് ഓഫ് മലയാളം സിനിമ എന്ന് പറയുന്ന വി.സി. ഹാരിസിൻ്റെ പുസ്തകമാണ്. ഡോക്ടർ വി.സി. ഹാരിസ് എന്ന് പറയണം. ഡോക്ടറേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഹി വാസ് എ ടീച്ചർ, തിങ്കർ, ക്രിട്ടിക്, തിയേറ്റർ പേഴ്സണാലിറ്റി ആൻഡ് ട്രാൻസ്ലേറ്റർ. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ആയിരുന്നു, തിയേറ്റർ പേഴ്സണാലിറ്റി ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഫറൂഖ് കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത് കേട്ടോ. ഹി വാസ് ബോൺ ഇൻ മയ്യഴി എന്ന് പറയുമ്പോൾ മാഹി, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഫറൂഖ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഫറൂഖ് കോളേജ് കോഴിക്കോട് ആൻഡ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്. MG യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്, സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഹി ഓൾസോ സെർവ്ഡ് ആസ് എ ഡയറക്ടർ ടിൽ ഹിസ് അൺടൈംലി ഡെത്ത്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലായി ആണ് അദ്ദേഹം മരണം അണയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ തിയേറ്റർ ആൻഡ് സിനിമ വർ ഹിസ് ഫീൽഡ്സ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യ വിഷയമായിരുന്നു തിയേറ്റർ, സിനിമ. അദ്ദേഹം ഒഡേസയുടെ അംഗമായിരുന്നു. ഒഡേസ എന്ന് പറയുന്നത് ഫിലിം ഫ്രറ്റേണിറ്റി ഫൗണ്ടഡ് ബൈ ജോൺ എബ്രഹാം എന്ന് പറയുന്ന ഒരു ഫിലിം മേക്കറാണ്. അതേപോലെ തന്നെ CV സത്യൻ. അപ്പം സത്യൻ്റെയും ജോൺ എബ്രഹാമിൻ്റെയും ഒരു സംഘടനയാണ്, ഒരു സിനിമാ സംഘടനയാണ് ഒഡേസ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു ഈ വി.സി. ഹാരിസ്. അതുപോലെ തന്നെ ഹി വാസ് ഫൈൻ ട്യൂൺഡ് ആക്ടർ ആൻഡ് വാസ് പ്രൈസ്ഡ് ഫോർ ഹിസ് സോളോ പെർഫോമൻസ് ഇൻ ഹിസ് പ്ലേസ്. ബെക്കറ്റിൻ്റെ ക്രാപ്പ് എന്ന് പറയുന്ന ക്രാപ്സ് ലാസ്റ്റ് ടേപ്പ് എന്ന് പറയുന്ന ഒരു വർക്കുണ്ട് ബെക്കറ്റിന്, സാമുവൽ ബെക്കറ്റിന്. അത് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൊവാർഡ് സിൻസ് മാക്സ് ഇൻ സോഹോ, അതൊക്കെ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളാണ്, നാടകങ്ങളാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് കേരള ഡെറീഡ എന്നറിയപ്പെടുന്നു. കാരണം ഹി ഹാസ് സം റിലേഷൻഷിപ്പ് ഓർ സം ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ഡെറീഡ. ഓക്കെ, ഡെറിഡ ഫ്രഞ്ച് ഫിലോസഫറാണ്, ജാക്വസ് ഡെറിഡ കേട്ടോ. പിന്നെ കിഡിലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ വിശ്വനിരൂപത്തിൻ്റെ പ്രേതഭാവന എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കാണ് കേട്ടോ. പിന്നെ അദ്ദേഹം ഡിസ്കസ് മലയാളം historiography in one of his early writings on cultural studies in Kerala. He has translated the works of ബഷീറിൻ്റെ വർക്കുകൾ, മാധവിക്കുട്ടിയുടെ, VKN, G. ശങ്കരപ്പിള്ള, മേഥിൽ രാധാകൃഷ്ണൻ, നരേന്ദ്ര പ്രസാദ്, P. ബാലകൃഷ്ണൻ, സജിത മഠത്തിൽ, ഇവരുടെയൊക്കെ വർക്കുകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എഴുത്തും പറച്ചിലും ആൻഡ് സ്പെക്ടേഴ്സ് ഓഫ് റൈറ്റിങ്സ്, അത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് കേട്ടോ. എഴുത്തും പറച്ചിലും, അതുപോലെ തന്നെ സ്പെക്ടേഴ്സ് ഓഫ് റൈറ്റിംഗ്. നമ്മുടെ ഈ ഒരു എസ്സേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, വി.സി. ഹാരിസ് ട്രേസസ് ദ ഹിസ്റ്ററി ഓഫ് 50 ഇയേഴ്സ് ഓഫ് മലയാളം സിനിമ. 50 വർഷത്തെ മലയാളം സിനിമ പരിശോധിച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ച് നീലക്കുഴിയിൽ 1954 നീലക്കുഴിയിൽ മുതൽ പാഠം ഒരു വിലാപം 2003 വർക്കാണ്. അപ്പോൾ അതുവരെയുള്ള സിനിമകളൊക്കെ പരിശോധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം അദ്ദേഹം അവതരിപ്പിക്കാം. The optimism of the 1950s slowly gave over to a growing sense of discontent and disillusionment of post-independent India in the 1960s. 1960കളിൽ ഒരു ഡിസൊല്യൂഷൻമെൻ്റാണ്, ഒരു മൂഡൗട്ടാണ് ആളുകൾ മലയാളം സിനിമ മേഖലയിൽ വന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് 1975 എമർജൻസി കാലഘട്ടമാണ്, നാഷണൽ എമർജൻസിയൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പം അതുപോലെ തന്നെ ദ പൊളിറ്റിക്കലി ആൻഡ് കൾച്ചറലി ടർബുലൻ്റ് 90s ഡിഡ് റിഫ്ലക്റ്റ് മച്ച് ഇൻ ദ മൂവീസ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലുള്ള സിനിമകളും അന്നത്തെ കാലഘട്ടത്തിലുള്ള ആ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവരുടെ പ്രബന്ധത്തിൽ, ഇവരുടെ സിനിമകളിൽ പ്രത്യക്ഷമായിരുന്നു.
പക്ഷേ ഒരു കാര്യം കൂടി ഹാരിസ് ഇവിടെ പോയിൻ്റ് ചെയ്യാണ്. ഹാരിസ് ടോക്സ് അബൌട്ട് ദ ചീപ്പ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് മൂവീസ്. ഒന്ന് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് മൂവീസാണ്. അപ്പോൾ സിനിമകൾ വാണിജ്യവൽക്കരിക്കുകയാണ്, വെറും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് സിനിമയെ കാണുന്നു എന്നതാണ് ഒന്നാമത്. രണ്ടാമത്തത് ദ പ്രോബ്ലമാറ്റിക് സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് മുസ്ലിംസ്. അതായത് മുസ്ലിംസിനെ വേണ്ട വിധത്തിൽ ഒരു നല്ല റെപ്രസെൻറ്റേഷൻ സിനിമകളിൽ നൽകുന്നില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഹാരിസ് ഇതിൽ പറയുന്നത്. ഒന്ന് ചീപ്പ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് മൂവീസ്, രണ്ടാമത്തത് പ്രോബ്ലമാറ്റിക് സിനിമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് മുസ്ലിംസ്. The concluding argument of the essay is that film music constructs a public sphere where all people come together, sharing their common past and charting their common futures. അല്ലേ? അവരുടെ പാസ്റ്റും അവരുടെ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഘടകങ്ങളാണ് ഈ മ്യൂസിക്കിലൂടെ അവർ ഷെയർ ചെയ്യേണ്ടത്. മറിച്ച് അന്ന് പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഈ മ്യൂസിക്, അതായത് സോങ്സ് ആൻഡ് മ്യൂസിക്, അത് ഉണ്ടായിരുന്നത് ഓരോ സമുദായത്തിനും ഓരോ ജാതിക്കും ഓരോ മതത്തിനൊക്കെ അനുസരിച്ചായിട്ടാണ്. ഇപ്പോൾ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് അത്തരം മേഖലകളിലേക്ക് ഒതുങ്ങി നിന്നിരുന്ന ഒരു സംഭവമാണ് മ്യൂസിക് എന്നാണ്. പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്താണ് എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുകയാണ്. എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവർക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ സിനിമ ഇറങ്ങിയതോടുകൂടിയാണ്, സിനിമകളുടെ ആവിർഭാവത്തോടു കൂടിയാണ് മ്യൂസിക് അതിൽ ഉൾപ്പെടുത്തി എല്ലാ വിഭാഗം ആളുകൾക്കും മ്യൂസിക്കും സിനിമയും കാണാൻ പറ്റിയ രൂപത്തിലുള്ള വർക്കുകളൊക്കെ സിനിമകളൊക്കെ ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലൂടെ ഒന്ന് ഓടിച്ചു പോവാം. ഓൾദോ മലയാളം സിനിമ ഷെയർ certain broad features with other cinemas in India, Kerala's specific socio-political history, which stands apart from that rest of the country in many significant ways, has contributed to the making of a film tradition that is quite distinct. നമ്മുടെ സിനിമ, മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖല ആയിട്ടാണ് മലയാള സിനിമ വരുന്നത്. അപ്പോൾ കേരള വാസ് ശരിക്കും കേരളം ഉണ്ടാകുന്നത് 1956 നവംബർ 1 കേരളം ഉണ്ടാകുന്നത്. അപ്പം അതേപോലെ ഭാഷാടിസ്ഥാനത്തിലാണ്, നമ്മുടെ മലയാളം ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേരളം ഉണ്ടാകുന്നത്. അങ്ങനെ ബ്രിങ്ങിങ് ടുഗദർ ലാർജ്ലി ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ ലാംഗ്വേജ് 3 ടെറിട്ടറീസ്. അന്ന് 3 ടെറിട്ടറീസാണ് അവർ ഒരുമിച്ചുകൊണ്ടുപോകുന്നത്. ഒന്ന് ട്രാവൻകൂറും, രണ്ടാമത് കൊച്ചിന്, മലബാർ. ഈ മലബാർ അന്ന് വരെ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. എന്നാൽ ട്രാവൻകൂറും കൊച്ചിനും അത് ബ്രിട്ടീഷുകാർ നേരിട്ടല്ല പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയും അത് പിന്നീട് ഇൻഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർ റൂൾ ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു മുമ്പ് ട്രാവൻകൂർ എന്ന്. എന്നാൽ 1940-50 കാലഘട്ടത്തിൽ 1940s and 1950s the process of artistic production including cinema were determined by the important issues of. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് അവർ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാസ്റ്റ് ഇൻഇക്വാലിറ്റിയാണ്. അപ്പോൾ അത് ജാതിയുടെ പ്രശ്നങ്ങൾ, ക്ലാസ് കോൺഷ്യസ്നെസ്, നാഷണലിസം, പ്രോഗ്രസ്, ഈ കാര്യങ്ങളൊക്കെയാണ് 1940കളിലും 50കളിലും ഒക്കെ ഉണ്ടായിരുന്ന സിനിമകളിൽ പ്രധാനമായിട്ടും അതിൻ്റെ തീമായിട്ട് വന്നിരുന്നത്. ദർ വാസ് ഒപ്റ്റിമിസം ഇൻ ദ എയർ, ദർ വാസ് enthusiasm ഉണ്ടായിരുന്നു, ഒപ്റ്റിമിസം ഉണ്ടായിരുന്നു. ഓൾ ഓഫ് വിച്ച് കുഡ് ബി ഫൗണ്ട് ഇൻ നീലക്കുയിൽ. അപ്പോൾ ഈ നീലക്കുയിൽ 1954 നമ്മൾ പറഞ്ഞു, 54 ഇറങ്ങിയ നീലക്കുയിൽ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. നീലക്കുയിൽ പി ഭാസ്കരൻ്റെ ആണ്, രാമു കാര്യാട്ട്, അതുപോലെ തന്നെ പി ഭാസ്കരൻ. അപ്പോൾ ഇവരുടെ വർക്കാണ് നീലക്കുയിൽ, 1954. സോ ദിസ് ഫിലിം ഓഫൻ കൺസിഡേർഡ് എ ലാൻഡ്മാർക്ക് ഫിലിം ഇൻ ഇന്ത്യ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഫിലിം ഈസ് കൺസിഡേർഡ് ആസ് എ ലാൻഡ്മാർക്ക് ഇൻ ഫിലിം ഇൻ മലയാളം എന്ന് ചോദിച്ചാൽ നമുക്ക് നീലക്കുയിൽ. ഫോർ ഇറ്റ് സക്സീഡഡ് ഇൻ ഫ്യൂസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം എ വെറൈറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ്, എ ട്രൂലി ലോക്കൽ വെൽ ക്രാഫ്റ്റഡ് സ്റ്റോറി. അപ്പോൾ അതിൻ്റെ ആ നീലക്കുയിലിൻ്റെ പ്രത്യേകതയാണ്, നല്ല കഥ ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേർന്നൊരു സംഭവമാണ്. A distinct engagement with issues such as caste inequality, progress, and the construction of a modern secular subject. A remarkably distinct use of film music. അതുപോലെ ഫിലിം മ്യൂസിക് ഉപയോഗിച്ചു, ഡ്രോയിങ് ഓൺ ഫോക്ക് മ്യൂസിക്കൽ ട്രഡീഷൻസ് ആൻഡ് ആൻ ആരേ ഓഫ് സ്റ്റാർസ് ആൻഡ് ടെക്നീഷ്യൻസ്. അപ്പം പല സ്റ്റാർസും ടെക്നീഷ്യൻസും ഒക്കെ അതിൽ ഉൾപ്പെട്ടു.
ദ പട്രിയാർക്കൽ ഐഡിയോളജി അറ്റ് വർക്ക് ഇൻ ദ ഫിലിം ഈസ് ക്വൈറ്റ് ഒബ്വിയസ്. അപ്പോൾ നമുക്കതിൽ കാണാം, നീലക്കുയിൽ എന്ന് പറയുന്ന ഒരു വർക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള ഒരു ആശയം നമുക്കതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. But the popular and critical success of Neelakuil was largely instrumental in the construction of a dominant pattern and logic of film narrative in Kerala. A decade later, അങ്ങനെ a decade later, this is further reinforced through another landmark film, ചെമ്മീൻ എന്ന് പറയുന്നത്. ചെമ്മീൻ ഡയറക്റ്റ് ചെയ്ത് രാമു കാര്യാട്ട് തന്നെയാണ്. 1965 ചെമ്മീൻ 1965 ചെമ്മീൻ ഇറങ്ങുന്നത്. അതിലും നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെമ്മീൻ എന്ന് പറയുന്ന വർക്കിൽ നമുക്ക് തകഴിയുടെ കഥയാണ് ചെമ്മീൻ എന്ന് പറയുന്ന കഥ, നോവൽ. അപ്പോൾ നോവൽ എഴുതിയിരിക്കുന്നത് തകഴിയാണ്, ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാമു കാര്യാട്ട് 1965. അപ്പോൾ ഈ ചെമ്മീൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു മുക്കുവൻ്റെയും കഥയാണ് ചെമ്മീനിലൂടെ പറയുന്നത്. അതിൽ മധു, ഷീല ഇവർ രണ്ടുപേരുമാണ് അഭിനയിക്കുന്നത്. and against focusing on local culture and mythology and the problems related to caste and community differences. Again, the patriarchal ideology at work is quite obvious from the film's founding logic. അപ്പോൾ അവിടെയും ഒരു patriarchal ideology നമുക്ക് കാണാൻ പറ്റും. Even while reinforcing established parameters of the form and content of cinema, ചെമ്മീൻ also a marks broad shift from the hope and idealism of the previous decades. അപ്പോൾ ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെമ്മീനിലൂടെ ഒരു മാറ്റമാണ് വന്നിട്ട്, ചെമ്മീനിൽ ഞാൻ പറഞ്ഞു പട്രിയാർക്കൽ ഐഡിയോളജിയാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കലി ദിസ് വർക്ക് അറ്റ് 2 levels. എന്താണ്, അറ്റ് ദ നാഷണൽ ലെവൽ ദ ഡ്രീം ഓഫ് എ ഫ്രീ ആൻഡ് പ്രോസ്പെറൽ മോഡൽ. അപ്പോൾ ആ സമയത്ത് ചെമ്മീൻ ഇറങ്ങിയ സമയത്ത് ദേശീയ തലത്തിൽ ഒരു ഫ്രീ ആൻഡ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നൊരു മുദ്രാവാക്യമാണ് അവിടെ മുഴങ്ങി കേട്ടിരുന്നത്. 1965 കാലഘട്ടത്തിലാണ്. അവിടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായിട്ടുണ്ട്, പക്ഷേ എന്നാലും പിന്നെ ഒരു ഫ്രീ ആൻഡ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സംഭവമാണ് അവിടെ കൊണ്ടുവന്നത്. അതൊരു ആൻറ്റി കൊളോണിയൽ സ്ട്രഗിളാണ്. was beginning to fail, with large sections of the society continued to be denied the fruits of independence and progress, and with the social cost of capitalist development beginning to manifest themselves. ഇനി മറ്റൊരു തലത്തിലേക്ക് പറഞ്ഞാൽ കേരളത്തിൽ ദ ലെഫ്റ്റ് ഐഡിയോളജി വാസ് അണ്ടർ സ്ട്രെസ്. കേരളത്തിൽ 1959 ആദ്യത്തെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന സമയത്ത് EMSൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ മന്ത്രിസഭ ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അത് ശരിക്കും USSR റഷ്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി. അപ്പോൾ ഈ ജാതി സമ്പ്രദായത്തിനെതിരെ മാർക്സിസ്റ്റ് ഐഡിയോളജി എല്ലാവർക്കും അറിയാം, സെക്യുലറിസമാണ് അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഈ ജാതി സമ്പ്രദായത്തിനെതിരെയുള്ള ഒരു പിന്നെ വിപ്ലവമായിട്ടാണ് അവർ ആ ഒരു പിന്നെ പ്രതിഷേധത്തെ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ദ ഷിഫ്റ്റ് വിച്ച് കുഡ് ബി റെഡ് ഇൻ ചെമ്മീൻ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് വിത്ത് ഹിസ്റ്റോറിക്കൽ hindsight began to mark Malayalam literature in a big way in the 1960s. പിന്നെ 1960-കളിലും 70-കളിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. The new cinema that emerged in the early 1970s spearheaded by അടൂർ ഗോപാലൻ, ജി അരവിന്ദൻ. അപ്പോൾ ഈ ആളുകളൊക്കെ നോട്ട് ചെയ്യണം. അടൂർ ഗോപാലൻ, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം ഇവരുടെ സിനിമകളൊക്കെയാണ് പിന്നീട് 1970-കളിൽ വരുന്നത്. അപ്പം അതിനെ നമുക്ക് ആർട്ട് സിനിമ എന്ന് വിളിക്കാം. ആർട്ട് സിനിമകളൊക്കെ ഏതാണ്, നമുക്ക് ആർട്ട് സിനിമാസൊക്കെ വരുന്നത് 1970-കളിൽ ജി അരവിന്ദൻ, ജോൺ എബ്രഹാം, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ ഇവരുടെ ഒക്കെ നേതൃത്വത്തിലാണ്. ഇറ്റ് വാസ് എ റെസ്പോൺസ് ടു ദ ഷിഫ്റ്റിംഗ് ഗ്രൗണ്ട്സ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഈസ്തറ്റിക്സ്. അവിടെ അവരുടെ രാഷ്ട്രീയത്തിനും അവരുടെ ഈസ്തറ്റിക്സിനും എതിരെയുള്ള ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അങ്ങനെയാണ് 1972 ആ സിനിമ വരുന്നത്, സ്വയംവരം എന്ന് പറയുന്ന സിനിമ വരുന്നത്. സ്വയംവരം
Arguably, the inaugural film in this genre articulates the crisis of the middle class, torn between the traditional social norms related to family and sexual. അവർ മിഡിൽ ക്ലാസ് കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ സെക്ഷുവാലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ആൻഡ് ദ മോഡേൺ ഇമ്പൾസ് ടു ചൂസ് ഫോർ വൺ സെൽഫ് ആൻഡ് മൂവ് ഓൺ. അതൊക്കെയാണ് ഈ സ്വയംവരം എന്ന് പറഞ്ഞ സിനിമ. ഇൻ എ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ദോ റിലേറ്റഡ് വേ, ജി അരവിന്ദൻസ് തമ്പ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ. അപ്പോൾ ഈ സിനിമകളൊക്കെ നോട്ട് ചെയ്യാം, സിനിമയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. തമ്പ് 1978 തമ്പ്, ജി അരവിന്ദൻ്റെ തമ്പ് എന്ന് പറയുന്ന വർക്ക് വരുന്നത്. ഇറ്റ് ഇനാക്ട്സ് ദ ഡ്രാമ ഇൻഹറൻറ്റ് ഇൻ എ വില്ലേജ് കമ്മ്യൂണിറ്റി കമ്മിങ് ഫേസ് ടു ഫേസ് വിത്ത് സെർട്ടൻ ഇമേജസ് ഓഫ് മോഡേണിറ്റി റെപ്രസെൻറ്റഡ് ബൈ അറൈവൽ ഓഫ് സർക്കസ് ട്രൂപ്പ്. ഒരു സർക്കസ് ഉള്ള ആളുകൾ, ഒരു സർക്കസ് ട്രൂപ്പ് എവിടേക്ക് വരികയാണ്, വില്ലേജിലേക്ക് വരുന്നു. ആ വില്ലേജിലുള്ള ആളുകൾ അവരുടെ മോഡേണിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ആ സർക്കസ് കൂടാരത്തിൽ ചേരുകയും സർക്കസ് കമ്പനിയിൽ ചേരുകയും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ 1978 ഇറങ്ങിയ ജി അരവിന്ദൻ്റെ തമ്പ് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നത്. അങ്ങനെ പിന്നീട് 1970 ദർ വാസ് എ സ്റ്റിഫ് ഇൻറ്ററോഗേഷൻ ഓഫ് സെവറൽ മോഡ്സ് ഓഫ് ട്രഡീഷണൽ തോട്ട് ആൻഡ് ലൈഫ്. അവരുടെ ഒരു ട്രഡീഷണൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ് പിന്നീട് ഉയർന്നു വന്നത്. The secularization and modernization of the Indian polity helped to critique the religious in more ways than one, though it should be noted immediately that by the 1990s the process was being reversed. പക്ഷേ ഒരു കാര്യമുണ്ട്, 1970-കളിലൊക്കെ ഈ റിലീജിയനെയും അവരുടെ ഒരു ട്രഡീഷണൽ ബിലീഫിനെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് 1990-കളിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത്തരം റിലീജിയനിലേക്കുള്ളൊരു മടങ്ങിപ്പോക്കാണ് നമുക്ക് കാണാൻ പറ്റിയത്. ബട്ട് ദ ഫാക്ട് ദാറ്റ് MT വാസുദേവൻ നായർ കുഡ് ഡെപിക്റ്റ് ഇൻ നിർമാല്യം. അപ്പോൾ ഈ ഒരു വാസ്തവമാണ് 1973 വർഷം മറന്നുകൊണ്ട് 1973 നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ MT വാസുദേവൻ നായർ ഈ കാര്യമാണ്, ഈ ഒരു തീം ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. ദ ഡീജനറേഷൻ, ദാറ്റ് സോഷ്യൽ ചേഞ്ച് with all its implications for the priests and the laity alike, brought to temple-related rituals is doubly significant today. ഈ അമ്പലത്തിൽ പോകുന്നത്, അമ്പലത്തിലുള്ള ഓരോ പരിപാടികൾ, ഓരോ കർമ്മങ്ങൾ, റിലീജിയസ് ഇൻടോളറൻസ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ആർ ഓൺ ദ റൈസ്. അപ്പോൾ അതാണ്. പിന്നെ അതിനുശേഷമാണ് 1991 കടവ് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നത്. It's a poignant story about a young boy who runs away from his almost suffocating family and is employed as a ferryman. ഒരു ഫെറിമാനായിട്ട്, കടവ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, ഒരു കടവ് തോണിക്കാരനായിട്ട്, ഒരു വീട്ടിൽ നിന്നൊരു കുട്ടി ഓടിപ്പോവാണ്, എന്നിട്ട് അത് കടവ് തോണിക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ഒരു കഥയാണ് കടവ് എന്ന് പറഞ്ഞ സിനിമയിലുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവാണ്. 1991 ഈ കടവ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് കസ്റ്റമറി ടു ട്രീറ്റ് 1975 ആസ് എ വാട്ടർഷെഡ് ഇൻ ദ ഹിസ്റ്ററി. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് 1975 എന്ന് പറയുന്നത്. ഈ 1975 നാഷണൽ എമർജൻസി ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു 1975. ഓക്കെ, അങ്ങനെ നാഷണൽ എമർജൻസി, എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ് ദാറ്റ് സീരിയസ്ലി curtailed all kinds of political and civil rights. എല്ലാവിധ രാഷ്ട്രീയപരമായിട്ടുള്ള മൗലികപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവിടെ ഇല്ലാതാക്കണം. സോ ദിസ് പീരീഡ് പ്രൊഡ്യൂസ്ഡ് എ ക്രോപ്പ് ഓഫ് ഫിലിംസ് ഓഫ് വിച്ച് അമ്മ അറിയാൻ, ജോൺ അബ്രഹാമിൻ്റെ അമ്മ അറിയാൻ എന്ന് പറയുന്ന ഒരു സിനിമ 1986 പബ്ലിഷ് ചെയ്തത്. അമ്മ അറിയാൻ ഇറ്റ്സ് എ റിമാർക്കബിൾ എക്സാമ്പിൾ. The film takes the form of a journey from one part of Kerala to another and charts the dreams and despairs of a group of men who try to identify. അമ്മ അറിയാൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു കൂട്ടം ആളുകൾ the film takes the form of a journey from one part of Kerala to another and charts the dreams and despairs of a group of men who try to identify themselves with a cause but finally arrive at a sense of futility എന്നാണ്. അവസാനം ഒന്നും അല്ലാതാവുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, the film is thus an important document on the rise and fall of the
റെവല്യൂഷണറി സ്പിരിറ്റ് ഇൻ കേരള. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ചിട്ടും അവർ പറയുന്നത്.